ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 13ാമത്തെ ദശകം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 6 വരെയുള്ള ശ്ലോകങ്ങൾ അതിൽ പഠിച്ചു. അതെല്ലാവരും കേട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനും വരും. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ ഇന്ന് 7ാമത്തെ ശ്ലോകം തൊട്ടാണ് പഠിക്കേണ്ടത്. 7ഉം 8ഉം ഇന്ന് പഠിക്കാം. 7ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തദോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്ധമസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഃ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഭവചക്ര ജ്യോതിഷ്കണ ലവ നിപാതേന, അത് സമസ്ത പദം ഒന്നിച്ച് വായിക്കണം, മുറിച്ച് വായിക്കാൻ പാടില്ല. നമ്മൾക്ക് വാക്കുകൾ അറിയാൻ ഭവചക്ര ജ്യോതിഷ്കണ ലവ നിപാതേന എന്ന് മനസ്സിലാക്കാം. വായിക്കുന്നത് ഭവചക്ര ജ്യോതിഷ്കണ ലവ നിപാതേന, ഒന്നിച്ച് പറയണം. വിധുതേ തദഹ മായാചക്രേ വിദത ഘന രോഷാന്ധ മനസം, അതും ഒന്നിച്ച് വായിക്കണം. ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രഹൃതിഭിഹി അഭിഘ്നന്തം പ്ലസ് അസുരം, അങ്ങനെയാണ് അത് വാക്ക്. 3ാമത്തെ വരി പിരിച്ച് പദച്ഛേദം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വായിക്കേണ്ടത് ഒന്നിച്ച് വായിക്കണം. പിരിക്കുമ്പോൾ ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രഹൃതിഭിഹി അഭിഘ്നന്തം പ്ലസ് അസുരം. വായിക്കുന്നത് ഗരിഷ്ഠാഭിർ മുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം, ഒന്നിച്ച് സമസ്ത പദം വായിക്കണം. പിന്നെ കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഹി, ഇത്രയും പദങ്ങൾ. അർത്ഥം നോക്കുമ്പോൾ തദഹ പറഞ്ഞാൽ അതിനുശേഷം ഭവചക്രജ്യോതിഷ്കണലവനിപാതേന, അതായത് ഭഗവാനെ കൈകൊണ്ട് ഇടിച്ചിട്ട് അവൻ പീഡിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മായ കാണിച്ചിട്ട് ഭഗവാനെ മോഹിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആ സമയത്ത് ഭഗവാന്റെ ചക്രം ഭവചക്ര ജ്യോതിഷ്കണ ലവനിപാതേന, അതായത് ഭഗവാന്റെ ആ ചക്രത്തിൻ്റെ പ്രകാശം, ജ്യോതിസിൻ്റെ ലവനിപാതേന, ലവം പറഞ്ഞാൽ അല്പം, വളരെ അല്പമാത്രമായ ഒരു കണത്തിൻ്റെ കണം പതിച്ചപ്പോഴേക്കും, അവനിൽ പതിച്ചപ്പോഴേക്കും മായാചക്രേ വിദുതേ, ആ മായ കാണിക്കുന്ന അവൻ്റെ മായയെല്ലാം, ഹിരണ്യാക്ഷൻ്റെ മായയെല്ലാം, മായകളുടെ കൂട്ടം നശിച്ചുപോയി. ഭഗവാന്റെ ചക്രത്തിൻ്റെ ഒരു ചെറിയൊരു കണിക അതിൽ പതിച്ചപ്പോൾ തന്നെ ആ മായക്കൂട്ടങ്ങളൊക്കെ നശിച്ചുപോയി അവൻ്റെ. എന്നിട്ട് വിദത ഘനരോഷാന്ത മനസം, വിദതവും ഘനവുമായ രോഷത്താൽ, അതായത് വ്യാപ്തവും വർദ്ധിച്ചു വരുന്നതും കൂടിയതുമായ കോപം കൊണ്ട് മനസ്സുള്ളവനായിട്ട് ഗരിഷ്ഠാഭി മുഷ്ടിപ്രഹൃതിഭി, കഠിനങ്ങളായ മുഷ്ടിപ്രഹരം കൊണ്ട് അഭിഘ്നന്തം, ഭഗവാനെ അടിക്കുക, അഭിഹമനം ചെയ്യുന്നവനായിട്ട് ആയ ആ അസുരനെ ഭഗവാൻ എന്ത് ചെയ്തു? സേനക്കരാഗ്രേണ, തൻ്റെ കൈകളുടെ അറ്റം കൊണ്ട് ശ്രവണപദമൂലെ, കാതിൻ്റെ ചുവട്ടിൽ, അതായത് ചെവിക്കുറ്റി എന്നൊക്കെ പറയും, കർണമൂലം എന്നൊക്കെ പറയും, അങ്ങനെ ആ ഭാഗത്ത് നിരവധി നിഹനിച്ചു പറഞ്ഞാൽ ഇടിച്ചു, കൈകൊണ്ട് തൻ്റെ ഭഗവാന്റെ മനോഹരമായ കൈകൊണ്ട് അവൻ്റെ ചെവിക്കുറ്റിയിൽ അടിച്ചു എന്ന് പറയുന്നു. അതായത് ഹിരണ്യാക്ഷൻ്റെ മായാപ്രയോഗം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. അത് പലതരത്തിലുള്ള മായകൾ പ്രയോഗിച്ചു. ആ മായ ഭഗവാന്റെ ചക്രത്തിൻ്റെ ചെറിയൊരു കണം പതിച്ചപ്പോൾ അതെല്ലാം പോയി, നശിച്ചുപോയി. ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അസുരൻ്റെ പിന്നെയും വീണ്ടും കോപം വർദ്ധിക്കുകയാണ്, രോഷം വ്യാപിച്ചു. അപ്പോൾ കോപം കൊണ്ട് അന്ധനായ അവൻ കഠിനങ്ങളായ മുഷ്ടിപ്രഹരം കൊണ്ട് ഭഗവാനെ ഇടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാന്റെ കൈയുടെ അറ്റം കൊണ്ട് അവൻ്റെ കരണക്കുറ്റിയിൽ പ്രഹരിച്ചു. അങ്ങനെ ആ ലീലയായിട്ടാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. അസുരൻ ഏൽപ്പിച്ച ഭഗവാന് വേദന ഉണ്ടാക്കിയില്ല. ഇതൊരു ലീല പോലെയാണ് ഭഗവാൻ യുദ്ധത്തിന് തന്നെ ചെയ്യുന്നത്.
അപ്പോൾ അവൻ്റെ മുഷ്ടിപ്രഹരങ്ങൾ, തൻ്റെ ഭക്തൻ തന്നെയാണ്, ജയവിജയന്മാരിൽ ഒരാളാണ്, അതും ഭഗവാൻ അറിയാം. അപ്പോൾ അവൻ്റെ ശത്രുവിൻ്റെ ആ മുഷ്ടിപ്രഹരണങ്ങൾ എല്ലാം ഭഗവാന് വേദന ഉണ്ടാക്കിയില്ല. ഭഗവാന്റെ കരാഗ്രം കൊണ്ട് ലീലയായിട്ടൊന്ന് സ്പർശിച്ചപ്പോഴേക്കും അസുരൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ശ്ലോകം 8. മഹാകായ സോയം തവ കരസരോജ പ്രമദിധോ ഗളദ്രക്തോ വക്ത്രാദബദൃഷിഭിഃ ശ്ലാഘിതഹദിഃ തദാ ത്വാമുദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ മഹാകായ സ അയം, സോയം എന്നുള്ളത് പിരിക്കുമ്പോൾ സ അയം തവ കരസരോജ പ്രമദിതോ. ചില പുസ്തകത്തിൽ സ്വപാദാങ്കുഷ്ടേന എന്ന് കാണാം, അതും തെറ്റൊന്നല്ല, വായിക്കാം. ഇവിടെ കരസരോജ പ്രമദിത എന്ന് കാണുന്നു. ഗളദ് രക്ത വക്ത്രാത് അബദൃഷിഭി. വക്ത്രാത് അബദൃഷിഭി എന്നുള്ളത് വക്ത്രാത് പ്ലസ് അബദൃഷിഭി ശ്ലാഘിതഹദിഃ. അടുത്തത് തദാ ത്വാം ഉദ്ധാമ. ത്വാം ഉദ്ധാമ പ്രമദഭര എന്നുള്ളത് ത്വാം പ്ലസ് ഉദ്ധാമ പ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്രാഹ സാന്ദ്രാഭിഃ സ്തുതിഭിഃ അനുവൻ അധ്വര തനും. അത് പിരിക്കുമ്പോൾ സ്തുതിഭിഃ അനുവൻ അധ്വര തനും. അപ്പോൾ സ്തുതിഭിരനുവൻ അധ്വര തനും എന്ന് കൂട്ടി വായിക്കണം. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ സ അയം മഹാകായക, സോയം എന്നുള്ളതാണ് സ അയം വരുന്നത്. സ അയം പറഞ്ഞാൽ ആ ഈ മഹാകായൻ, മഹാകായ പറഞ്ഞാൽ അത്രയും വലിയ ശരീരമുള്ള തവ, അവൻ തവ നിന്തിരുവടിയുടെ കരസരോജ പ്രമദിത, ഭഗവാന്റെ ആ കരസരോജം എന്ന താമരപ്പൂ പോലെ ഉള്ള ആ മനോഹരമായ കൈകൊണ്ട് അടികൊണ്ടപ്പോഴേക്കും അവൻ്റെ വക്ത്രാത് മുഖത്ത് നിന്ന് ഗളദ് രക്ത, ഗളത് പറഞ്ഞാൽ ഒഴുകുക, പുറത്തേക്ക് വരിക, രക്ത ഗളത് പ്ലസ് രക്ത. അപ്പം ഗളദ് രക്ത പറഞ്ഞാൽ ഒഴുകുന്ന രക്തത്തോടു കൂടിയനായി ഭഗവാന്റെ അടി കൊണ്ടിട്ട് ആ സമയത്ത് ഋഷികളാൽ മുനിമാരാൽ ശ്ലാഘിതഹതി, ശ്ലാഘിതം പറഞ്ഞാൽ പ്രശംസിക്കുക, മുനിമാരാൽ പ്രശംസിക്കപ്പെട്ട വധത്തോടു കൂടി, അതായത് അവനെ ഇടിച്ച് അവൻ മരിക്കാൻ പോവാണെന്നാണ് കാണുമ്പോൾ മുനിമാർ പ്രശംസിക്കാൻ തുടങ്ങി അവൻ്റെ വധത്തിനെ. എന്നിട്ട് അങ്ങനെ ആ പ്രശംസിക്കപ്പെട്ട വധത്തോടു കൂടിയനായിട്ട് അവൻ ആ താഴെ പതിച്ചു, മരിച്ച് താഴെ വീണു. തഥാ പറഞ്ഞാൽ അവൻ വീണപ്പോൾ, മരിച്ചു വീണപ്പോൾ, തഥാ അപ്പോൾ മുനിശ്രേഷ്ഠന്മാര് ഉദ്ധാമ പ്രമദഭര വിദ്യോതിഹൃദയ പറയുന്നു. ഉദ്ധാമ പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന, അതായത് കണക്കില്ലാത്ത അളവില്ലാത്ത സന്തോഷം, അതാണ് ഉദ്ധാമ. ഉദ്ധാമ പറഞ്ഞാൽ അളവില്ലാത്ത പ്രമദഭര വിദ്യോതിഹൃദയ. പ്രമദഭര പറഞ്ഞാൽ സന്തോഷഭാരത്താൽ ശോഭിക്കുന്ന, വിദ്യോതിഹൃദയ പറഞ്ഞാൽ ശോഭിക്കുന്ന ഹൃദയത്തോടു കൂടിയവരായിട്ട് അധ്വരതനും പറഞ്ഞാൽ യജ്ഞമൂർത്തിയായ, ഇവിടെ ഭഗവാന്റെ വരാഹാവതാരത്തെ യജ്ഞമൂർത്തിയായിട്ടാണ് പറയുന്നത് മുനീശ്വരന്മാർ. യജ്ഞം എന്തിനാണ്? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യജ്ഞം നടത്തുന്നത്. നമ്മൾ യാഗങ്ങളൊക്കെ നടത്തുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭഗവാന്റെ അവതാരം യജ്ഞമൂർത്തിയായിട്ട് കണക്കാക്കുന്നത് ഭഗവാന്റെ അവതാരം ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ യജ്ഞമൂർത്തിയായ ത്വാം, അവിടുത്തെ സാന്ദ്രാഭിഹി പറഞ്ഞാൽ നിറഞ്ഞ അല്ലെങ്കിൽ ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് നർത്തം. സ്തുതിബി സ്തോത്രങ്ങളാൽ അനുവൻ പറഞ്ഞാൽ സ്തുതിക്കുക, സ്തുതിബി അനുവൻ പറഞ്ഞാൽ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു, ഭഗവാനെ മുനിമാർ സ്തുതിച്ചു കൊണ്ടിരുന്നു എന്ന്. അതായത് ഹിരണ്യാക്ഷൻ ഭയങ്കര വലിയ ശരീരമുള്ള ആളാണ്. അയാളുടെ ശരീരവലിപ്പം നമ്മൾ പ്രളയജലം കടങ്കാല് വരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും വലിയ ശരീരമുള്ള ആ അസുരനെ ഭഗവാന്റെ താമരപ്പൂ പോലുള്ള മൃദുവായ മനോഹരമായ കൈകൊണ്ട് അറ്റം കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ വായിൽ നിന്ന് രക്തമൊഴുകി മരിച്ചു വീണു. മഹാമായാവിയായ അസുരനെ ഭഗവാന്റെ ആ കരസരോജം കൊണ്ട് അടിച്ച് കൊന്നു എന്നർത്ഥം.
അങ്ങനെ രക്തം ഒഴുകിക്കൊണ്ട് വീണ അസുരൻ മരിച്ചു. ആ മരണത്തെയാണ് ഋഷിമാർ ഇവിടെ പ്രശംസിക്കുന്നത്. ഭഗവാന്റെ ആ ശരീരസ്പർശത്തോടു കൂടിയ മരണം സുകൃതികൾക്കേ ലഭിക്കുള്ളൂ. ഭഗവാന്റെ കൈകൊണ്ട് തൊട്ട് മരിക്കണത് അത്രയും സുകൃതികൾക്ക് ലഭിക്കുള്ളൂ എന്നാണ്. കൊന്നത് ആയുധം കൊണ്ടുമല്ല, കൈകൊണ്ടാണ്, തൃക്കൈ കൊണ്ടാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഋഷിമാർ പ്രശംസിക്കുന്നത്, അവൻ്റെ മരണത്തെപ്പറ്റി പ്രശംസിക്കുന്നത്. ഇവിടെ അളവറ്റ സന്തോഷത്തിന് കാരണം, മുനിമാരുടെ അളവറ്റ സന്തോഷത്തിന് കാരണം കൂടി നമുക്കറിയാം. ഒന്ന്, പ്രകൃതി നിയമങ്ങളെ തന്നെ തകിടമറിക്കുന്ന ശക്തനായ ഒരു അസുരനാണ് ആ ഹിരണ്യാക്ഷൻ. അപ്പം അവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. പിന്നെ രണ്ടാമത്, ഭഗവാന്റെ ഭക്തനും ഭഗവാന്റെ അനുചരനായിരുന്നു. വൈകുണ്ഠത്തിൽ ജയവിജയമാരിൽ ഒരാളാണ്. അങ്ങനെ ആ ഒരു ജന്മം അവൻ്റെ കഴിഞ്ഞു എന്നുള്ളത് വേറൊരു സന്തോഷം. മൂന്നാമത് കാരണം, ജന്മം കൊണ്ട് ഒരു ശാപം തീരുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നത്. 3 ജന്മം കൊണ്ട് പാപം തീരുമെന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നത്. അതിലൊരു ജന്മം കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ കാരണം, ഭഗവാന്റെ യജ്ഞവരാഹം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. അതിൽ രണ്ടാമത്തെ കാരണമാണ് അവൻ 3 ജന്മം കൊണ്ട് തീരും, അതിലത്തെ ഒരു ജന്മം കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷം. പിന്നെ ഭഗവാനെ കാണാൻ പറ്റി, യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനെ അവർക്ക് കാണാൻ സാധിച്ചു, അത് അവരുടെ മൂന്നാമത്തെ സന്തോഷം. അങ്ങനെ അവർ വളരെയധികം സന്തോഷം കൊണ്ട് ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ നാരായണ. ഇനി യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാനെ തുല്യത സാമ്യപ്പെടുത്തുന്നത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ചൊല്ലാൻ പഠിക്കണം തെറ്റാതെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.